നമ്മുടെ മോർണിംഗ് നമ്മൾ നോർത്തേൺ സൈഡിലേക്ക് പോകണം. റൈറ്റിലേക്ക് പോകണമെങ്കിൽ നോർത്തേൺ സൈഡ്, ലെഫ്റ്റ് സദേൺ സൈഡ്. നമ്മൾ രാവിലെ നോർത്തേൺ സൈഡ് എല്ലാം ഫ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു നല്ല സൈഡ് വാങ്ങുള്ളതാണ്. അവിടെ വന്ന് നമ്മൾ അവിടെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് അവിടെ കഴിച്ചിട്ട് പിന്നീട് നമ്മൾ സൗത്ത് സൈഡിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ കൂടെ ഇറങ്ങി വന്ന് ബീച്ചിൻ്റെ അവിടെ സൺസെറ്റും കണ്ട് തിരിച്ച് ക്യാമ്പിംഗ് ഏരിയ വരും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇത് പിന്നെ ഡ്യൂൺസിലൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുള്ളവരുണ്ട്, മിക്കവാറുള്ളവരൊക്കെ തന്നെ. കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടയർ പ്രഷർ കുറച്ചേക്കുന്നതുകൊണ്ട് വലുതായിട്ട് കട്ട് ചെയ്ത് ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ അത് അങ്ങനെ ചെയ്യാൻ ആർക്കും പ്ലാൻ. നമ്മളൊരു അങ്ങനെ നല്ലൊരു സ്ഥലമുണ്ട്, ഒരു പ്ലെയിൻ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വെച്ച് ഡ്രിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇതിൽ പോപ്പാവും. പോപ്പായി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം നഷ്ടപ്പെടും ഈ പോപ്പ് ഫിക്സ് ചെയ്യാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി ഈ ഒരാൾ ഫ്രണ്ടിൽ ലീഡ് പോകുന്നവരുടെ ആ ലൈൻ തന്നെ ഫോളോ ചെയ്ത് വരിക. ഒരു കാരണവശാലും നമ്മുടെ ആ ലൈൻ നമുക്ക് മാറി വേറെ ഇതിൽ കൂടെ പോകാൻ നമുക്ക് ചിലപ്പോൾ തോന്നുന്നു കുറച്ചുകൂടി അതായിരിക്കുമല്ലോ എന്ന്. അത് അതിൻ്റെ കാര്യം പറയാൻ കാരണം, ഈ ഡ്യൂൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ സഡൻ ഡ്രോപ്സ് ഉണ്ട്. ഇവിടുത്തെ വീഡിയോസ് ആക്സിഡൻറ്റ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇവിടെ കൂടുതൽ അപകടം പറ്റുന്നത് ഈ സഡൻ ഡ്രോപ്പിൽ നമ്മൾ ഡ്യൂൺ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പെട്ടെന്നായിരിക്കും വണ്ടി ഒന്ന് താഴേക്ക് അടിക്കുന്നത്. അപ്പോൾ ഒരു 5-6 അടി താഴ്ചയുള്ള ചിലയിടത്ത് ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ലീഡ് ചെയ്യുന്ന വണ്ടിയുടെ ഒരു 50 മീറ്ററെങ്കിലും ഗ്യാപ്പിട്ട് അടുത്ത വണ്ടി നിൽക്കാവൂ. കാരണം ഈ നമ്മൾ റേഡിയോ കൂടെ പറയുമ്പോഴേ ചിലപ്പോൾ ലീഡ് ചെയ്യുന്നവൻ ചിലപ്പോൾ പോയി കുഴി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവനെ അത് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ അവനെ വാച്ച് ചെയ്യണം എപ്പോഴും. മുമ്പിൽ പോകുന്ന വണ്ടിയെ അവൻ്റെ എന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും കാരണം ഡ്യൂൺസ് ഒന്നാമത് ഇവിടുത്തെ ഭയങ്കര ഡൈനാമിക് ഡ്യൂൺസ് ആണ്. പെട്ടെന്ന് ഇവിടെ ഈ കാറ്റ് എപ്പോഴും കാറ്റുള്ളതുകൊണ്ട് ഡ്യൂൺസിൻ്റെ ഇത് തന്നെ മാറാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന്, 1-2 സ്റ്റീപ്പ് ലൈൻസ് ഉണ്ട്. നമ്മൾ പിന്നെ ഇടയ്ക്ക് ഈ ബുഷിൻ്റെ ഇടയ്ക്കൂടെ കഴിഞ്ഞ ദിവസം ജീസ് ഒരു വീഡിയോ അയച്ചത്. അതിനകത്ത് നമ്മൾ കയറുമ്പോഴേ ചിലപ്പോൾ അത് ഉഴുതു മറിഞ്ഞ് കിടക്കുമായിരിക്കും. സൈഡിലെ മണ്ണ് ചിലപ്പോൾ നമ്മൾ ആയിരിക്കും ക്ലീൻ മണ്ണാണ്. നമ്മൾ അതിലോട്ട് കയറി അതുവഴി അങ്ങ് കയറി പോകാമെന്ന് കരുതരുത്. ഞാനൊരു വീഡിയോ ജീസ് അയച്ചതിനകത്തിൽ ഒരു പ്രാഡോ കയറുമ്പോൾ അത് സ്ലൈഡ് ചെയ്ത് മറിയുവാണ്. ആ മണ്ണ് സോഫ്റ്റ് ആയിരിക്കും, സൈഡിൽ കിടക്കുന്ന മണ്ണ്. ഈ ഉഴുതു മറിഞ്ഞെടുത്തോട്ട് തന്നെ പോകും. നിങ്ങൾ സ്റ്റക്കായാലും കുഴപ്പമില്ല. നമുക്ക് ഇത്രയും വണ്ടികളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഞ്ചും എല്ലാം ഉണ്ട്, നമുക്ക് റിക്കവർ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് പറഞ്ഞത് ലൈനിനെ ഫോളോ ചെയ്ത് തന്നെ പോവുക. അതാണ് അതിൻ്റെ പ്രധാനമായ കാര്യം. പിന്നെ ഈ കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ വരുമ്പോൾ നമുക്ക് കുറേ കൂടെ ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാം. അവിടെ സൈഡ് വാളിൽ നമുക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് സൈഡ് വാൾ ചെയ്യാവുന്നതാണ്. സൈഡ് വാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈഡ് വാൾ കയറുമ്പോൾ നിങ്ങൾ മൊമെൻറ്റം ഡ്രോപ്പ് ആകുമ്പം നോസ് താഴേക്ക് ഇറക്കുക. പിന്നെ വീണ്ടും ഈ ഗ്രാവിറ്റിയെ ഫൈറ്റ് ചെയ്ത് വീണ്ടും നിൽക്കാൻ നോക്കുക. അന്നേരമാണ് വണ്ടി റോൾ ചെയ്യുന്നത്. ഗ്രാവിറ്റിയോട് ഒരിക്കലും ഒരു ഫൈറ്റിങ് അവിടെ ആ ഒരു ഏരിയയിൽ പാടില്ല. കാരണം അവിടെ ഒരു റാ ഷേപ്പിലൊരു സൈഡ് വാളുണ്ട്. അവിടെ സൈഡ് വാളിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാവുന്നതാണ്, സേഫായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇത്രയൊക്കെയാണ്. ഇതെല്ലാവരും എക്സ്പീരിയൻസ് ആണ്, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, ഓരോ വണ്ടിയും തമ്മിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഈ മുട്ടിയുരുമി പോയത് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ അവന് ഫ്രണ്ടിൽ ഒബ്സ്റ്റക്കിൾ കണ്ടിട്ട് അവൻ ചവിട്ടുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടത്തില്ല. രണ്ടാമത്തെ ഒരു റിക്കവറി വേണ്ടി വന്നാലും, അല്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് എടുക്കണമെങ്കിലൊക്കെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് 1-2 ഇടത്ത് നമ്മൾ ആ ഒരു 2-3 സ്റ്റീപ്പ് ക്ലൈംസ് ഉണ്ട് അവിടെ. ഈ അടുത്ത ഡ്യൂണിലേക്ക് ഇത് കുറേ ഡ്യൂണുകൾ ഇങ്ങനെ കളവായിട്ട് കിടക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് നിന്ന് ഒരു ഡ്യൂണിൽ നിന്ന് മറ്റേടത്തേക്ക് പോകുന്നത് ഒരു ബുഷിൻ്റെ ഇടയ്ക്കൂടുള്ള ഒരു സ്റ്റീപ്പ് ക്ലൈംബിൽ കൂടാണ് നമ്മൾ പോകുന്നത്. ആദ്യം കയറുന്നത് ഒരു സ്റ്റീപ്പ് ക്ലൈംബാണുള്ളത്. നല്ല മൊമെൻറ്റത്തിൽ തന്നെ പോവുക, ലോ ഗിയറിൽ തന്നെ പോവുക. പിന്നെ ഡിഫ്ലോക്കൊന്നും എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്റ്റക്കാവുകയിട്ട് റിക്കവർ ചെയ്യുന്നിടത്തും എല്ലാം മാത്രം മതി. അല്ലാതെ ഡിഫ്ലോക്കിൻ്റെ എൻഗേജ്മെൻറ്റ് ആവശ്യമില്ല. ലോയിലാണെങ്കിൽ പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത്. ലോയിൽ മിക്കവാറുള്ള വണ്ടിക്ക് ഇത് ട്രാക്ഷൻ ഓഫാവും. ഡിഫിന് ആവശ്യമില്ല, ലോയിലിട്ടാൽ മതി. ഡിഫ് നമ്മൾ പിന്നെ റിക്കവറി വരുമ്പോഴും മതി, അല്ലാതെ ആവശ്യമില്ല. പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റീപ്പ് ക്ലൈംബ് എവിടെയെങ്കിലും കയറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ മാത്രം ഇട്ടാൽ മതി. സെൻട്രൽ ഡിഫ് ഇട്ടോ കുഴപ്പമില്ല, അതൊരു പ്രശ്നമില്ല.